ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് നമ്മൾ ഒരുപാട് പഴുത്തുപോയ നേന്ത്രപ്പഴം കൊണ്ട് ഒരു അടിപൊളി പായസമാണ് ഉണ്ടാക്കുന്നത്. ഈ നേന്ത്രപ്പഴം ഇതുപോലെ കറുത്ത് ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ പൊതുവെ അത് എല്ലാവരും കളയാറാണ് പതിവ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിലൊന്നാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പായസം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നന്നായി പഴുത്ത 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ സാധാരണ പഴം പുഴുങ്ങുന്നത് പോലെ തന്നെ ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിപ്പോൾ പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കൂടെയുള്ള ആ ഒരു നാര് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതാദ്യം ഒന്നും ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. പാലും വെള്ളവും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ശരിക്കും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കുക. ഇനി പായസം ഉണ്ടാക്കുന്ന പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അത് ചൂടാക്കി എടുക്കുക. അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാഷ്യൂ ജസ്റ്റ് ഒന്ന് കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഉണക്കമുന്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും അതേപോലെ കാഷ്യൂ നട്ടിൻ്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴത്തേക്കും ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ 2-3 ടീസ്പൂൺ വരെ നെയ്യ് ചേർക്കാം. നമ്മളിപ്പോൾ ഏറ്റവും മിനിമം നെയ്യ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. പഴം ചേർത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. 15 മിനിറ്റ് വഴറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് കുറയും. അതേപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ല് ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങും. കളറും ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ ചെറിയൊരു മധുരമുള്ള പായസമാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് മധുരമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഈ പഞ്ചസാര ചേർത്തതിന് ശേഷം അത് ഈ പഴത്തിലേക്ക് ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നതിന് പകരം കുറച്ച് പാലായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് പാൽ ഇതിലേക്ക് ചേർത്തതിന് ശേഷം അതൊന്ന് ശരിക്ക് ഇളക്കി അതിൽ നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം വീണ്ടും കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇത് നല്ല ലൂസ് ആവുന്നത് വരെ ചേർക്കുക. ലൂസായി കഴിഞ്ഞാൽ പിന്നെ മൊത്തം പാൽ ഒരുമിച്ച് ചേർക്കാം. ഇപ്പോൾ പാല് മൊത്തം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ഏലക്ക ചതച്ചതാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് കൂടുതൽ നമ്മൾ വെക്കരുത്. കാരണം ഇത് ഒരുപാട് കുറുകി കഴിഞ്ഞാൽ ഇത് ഇരുന്ന് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് ഒന്നും കൂടി കുറുകി വരും. ഇപ്പോൾ ഒരു 5 മിനിറ്റാണ് ഞാൻ പാല് തിളച്ച് വന്നതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ, അതായത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇത് ഒരുപാട് കൂടി പോകരുത്. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് ഈ പാത്രത്തിൽ വെക്കാണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ഈ ചൂടുള്ള പാത്രത്തിലിരുന്നാൽ ഇത് ഒന്നും കൂടി കുറുകിപ്പോവും. ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറി. ഇപ്പോൾ ഇത് പാകത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിപ്പോൾ ഈ പായസം കിട്ടിയിരിക്കുന്നത്.
ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനും അല്ലാതെ കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്